Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഇനിയും അറിഞ്ഞു തീരാത്ത അക്ഷയ വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മാനുഷിക ഗുണങ്ങൾ വരണ്ടുപോയ അറേബ്യൻ സമൂഹത്തിൽ കാരുണ്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രവാഹങ്ങൾക്ക് പ്രാരംഭമിട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അധസ്ഥിത ജനപദങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിശ്വാസ പ്രമാണം വിളംബരം ചെയ്തു ആ പ്രവാചകൻ. അന്ധവിശ്വാസങ്ങളും ക്രൂരാചാരങ്ങളും കൊടുമുടികൾ തീർത്ത അറേബ്യൻ മണലാരണ്യം പ്രവാചക സന്ദേശത്താൽ സംശുദ്ധി നേടിയ ചരിത്രം അനുസ്മരിക്കുന്ന ഈ വേളയിൽ പ്രവാചകൻ അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത്യഗാധമായ ദുഃഖങ്ങൾ കാരുണ്യത്തിന്റെ ഉറവകളായി മാറുന്ന വിസ്മയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നാം കാണുന്നത്. അനാഥനായാണ് കാരുണ്യത്തിന്റെ ആ പ്രവാചകൻ ഭൂമിയിൽ പിറന്നു വീണത്. 6-ാം വയസ്സിൽ മാതാവും 8-ാം വയസ്സിൽ സംരക്ഷകനായ പിതാമഹനും നഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ അനുഭവിച്ച ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും മനുഷ്യനെ എല്ലാ ആഴത്തിലും തൊട്ടറിയുകയായിരുന്നു. ലോകത്തിനാകമാനം കാരുണ്യമായ അല്ലാഹു അയച്ച ആ പ്രവാചകൻ സംഭവ ബഹുലമായ ജീവിതത്തിലൂടെ കാരുണ്യത്തിന്റെ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയായിരുന്നു. കാരുണ്യം അതിന്റെ പച്ചക്കൊടി കാണിക്കാതെ ആരാധകരെ പോലും മുമ്പോട്ട് നീങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ആനന്ദം പകർന്നിരുന്ന നമസ്കാരം പിന്നിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കേണ്ട താമസം പെട്ടെന്ന് അവസാനിപ്പിക്കുമായിരുന്നു. നോമ്പുകാലത്തെ ഒരു യാത്രാവേളയിൽ സഹയാത്രികർക്ക് വിഷമമാകുമെന്ന് കരുതി വെള്ളപാത്രം ഉയർത്തിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും കൂടെയുള്ളവരോട് കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വെള്ളം കുടിച്ച് നോമ്പ് മുറിക്കാതെ മാറി നിന്നവരെ പറ്റി അവർ കുറ്റവാളികളാകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ആരാധനയെ അവർ പീഡനമാക്കി മാറ്റി എന്നായിരുന്നു പ്രവാചകന്റെ വിലയിരുത്തൽ. ഈ സംഭവത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ തങ്ങളോട് തന്നെ കാരുണ്യം കാണിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ജനിച്ചവരും ജനിക്കാനിരിക്കുന്നവരുമായ സർവ്വ മനുഷ്യരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാഢമായി സ്നേഹിച്ചു. നമ്മുടെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആശയാകുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ പ്രവാചകരെ? അനുയായികൾ ചോദിച്ചു, അല്ല, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാകുന്നു, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാകുന്നു, നമ്മുടെ സഹോദരങ്ങൾ ഇനിയും വന്നിട്ടില്ല. നോക്കൂ, തലമുറകളിലേക്ക് അനന്തമായി നീളുന്ന മനുഷ്യ സ്നേഹമല്ലേ ആ പ്രവാചകരെ നാം കാണുന്നത്? ഒരിക്കൽ ഒരു സ്ത്രീ അടുത്തു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായം വിരിച്ച് അതിൽ അവരെ ആദരവോടെ സ്വീകരിച്ചിരുത്തി. അവർ പോയപ്പോൾ അനുയായികൾ ചോദിച്ചു, അതാരായിരുന്നു പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഖദീജ ഉള്ളപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. മറ്റൊരിക്കൽ ഒരു ജൂതന്റെ ശവമഞ്ചം വരുന്നത് കണ്ട് ആദരവോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, അതൊരു ജൂതന്റെ ശവമല്ലേ പ്രവാചകരെ? അതൊരു മനുഷ്യന്റെ ആണല്ലോ എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി. ഒരു യാത്രയിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയിട്ടു. ഞാൻ വിറകൊടിച്ചു കൊണ്ടുവരാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനുയായികൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയാം എല്ലാം നിങ്ങൾ ചെയ്യുമെന്ന്, പക്ഷേ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, ലോകത്തിനാകമാന മാതൃകയല്ലേ ഈ പ്രവാചകൻ? അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകകളും സനാതന മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നേറുവാൻ ഈ ദിനത്തിൽ നാം പ്രതിജ്ഞാബദ്ധരാവുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ